എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആരെയും വകവെക്കാതെ നിങ്ങളുടെ വ്യക്തിയെടുത്ത നിലപാട് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആരെയും വകവെക്കാതെ, ആരുടെയും വാക്ക് കേൾക്കാതെ നിങ്ങളുടെ വ്യക്തിയെടുത്ത നിലപാടിനെ കുറിച്ചാണ് നാം നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കനുകൂലമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു. അതങ്ങനെ തന്നെ വരൂ എന്ന് നിങ്ങൾക്ക് കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോട് ആ വ്യക്തി കാണിക്കുന്ന സ്നേഹം നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുള്ളതാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു സംശയവും ആ സ്നേഹത്തിലും ആ കരുതലിലും ആ ആത്മാർത്ഥതയിലും ഇല്ല. നിങ്ങളോടെന്നും സൗമ്യമായി സംസാരിക്കുകയും അതുപോലെ തന്നെ ഹൃദയത്തിൽ നിങ്ങളെ കുടിയിരുത്തുകയും ചെയ്തൊരു വ്യക്തിയാണ്. മറ്റുള്ളവരോടും എപ്പോഴും സൗമ്യ ഭാവത്തോടെ അല്ലാതെ ആ വ്യക്തി സംസാരിക്കാറില്ല. അത്രത്തോളം എല്ലാവരെയും കരുതിപ്പോരുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആശ്വാസമാണ്. കാരണം നിങ്ങളെ ചതിക്കാത്ത, നിങ്ങളെ വിശ്വസിക്കുന്നതിൽ എന്നും മുന്നിൽ നിൽക്കുന്ന, നിങ്ങളെ വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നൊരു വ്യക്തിയാണ്. ആരോടും വിദ്വേഷമോ ഒന്നുമില്ല. മണ്ണിനോടും പ്രകൃതിയോടും പാരമ്പര്യ മൂല്യങ്ങളോടും ഒക്കെ സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. അത്തരത്തിൽ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് നിങ്ങളെയും ആ വ്യക്തി സ്നേഹിക്കുന്നത്. നിങ്ങൾ ശരിയാണ്, നിങ്ങളുടെ നയം ശരിയാണ് എന്നും നിങ്ങളോട് വാത്സല്യവും പ്രണയവും ഒക്കെ ആ വ്യക്തിക്കുണ്ട്. അതിര് കടഞ്ഞ ഒരു പെരുമാറ്റമോ ഒന്നും ഇതുവരെ നിങ്ങളോട് ചെയ്തിട്ടുമില്ല. നന്മയിൽ അധിഷ്ഠിതമായി സ്നേഹിക്കാൻ മാത്രമായിട്ട് പെരുമാറുകയാണ്. ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി മാത്രമേ എന്നും തീരുമാനമെടുക്കൂ. ആ വ്യക്തിയുടെ ഓരോ തീരുമാനങ്ങളിലും നിങ്ങളോട് ആ വ്യക്തിക്കുള്ള സ്നേഹവും കരുതലും വാത്സല്യവും ഉണ്ടായിരിക്കും. എതിർപ്പിൽ പോലും നിങ്ങളോട് സഹിഷ്ണുത കാണിക്കുന്ന, നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന, നിങ്ങൾ വഴക്കിട്ടാൽ പോലും നിങ്ങളോട് അതിൻ്റെ ദേഷ്യമൊന്നും കാണിക്കാത്തൊരു വ്യക്തിയാണ്. എന്നും നിങ്ങളെ ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തികളുടെ കൂട്ടത്തിലാണ് പെടുത്തുന്നത്. നിങ്ങളെ വെറുക്കുന്നതോ നിങ്ങളെ അവഗണിക്കുന്നതോ ആയൊരു നിലപാടും ഒരിക്കലും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല. സാധാരണ രീതിയിൽ ആരെയും വകവെക്കാതെ ഒരു തീരുമാനവും ആ വ്യക്തി എടുക്കാറില്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ആരെയും വകവെക്കാതെ ആ വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ നിലനിൽപ്പിനും അത്രയും അത്യാവശ്യമാണെന്ന് ആ വ്യക്തിക്ക് ബോധ്യമായതിനാലാണ്. അടുത്തായിട്ട് രണ്ടാമത്തെ പൈൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോവുക. എന്നെന്നും തൻ്റെ മനസ്സ് ഉരുകി വെണ്ണീറായാലും താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ഒരിക്കലും ആ മനസ്സിലുള്ള ദുഃഖത്തെക്കുറിച്ചോ വിഷമത്തെക്കുറിച്ചോ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. സ്വയം ഉരുകിത്തീരുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ചിരിച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ എല്ലാ രംഗത്തും ആഘോഷിക്കണമെന്നാണ് ആ വ്യക്തിയുടെ ചിന്ത. അത് ആ വ്യക്തി ചെയ്യുന്നുമുണ്ട്. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ജീവിതം ആഘോഷിക്കുന്ന കാര്യത്തിൽ അല്പം പോലും പിന്നിലേക്കല്ല ആ വ്യക്തി. ജീവിതത്തിലെല്ലാ ഘട്ടങ്ങളും ആഘോഷിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. കാരണം ജീവിതം വെറുതെ ജീവിച്ചു പോകാനുള്ളതല്ല. ജീവിതത്തിൽ ഒരുമിച്ച് താൻ സ്നേഹിക്കുന്ന വ്യക്തികൾക്കൊപ്പം ഒരുമിച്ച് നിന്ന് സന്തോഷത്തോടെ ആഘോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നതിന് തടസ്സമുണ്ടായ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യങ്ങളെയൊക്കെ എതിർക്കേണ്ടടുത്ത് എതിർത്തും സൗമ്യഭാവം കാണിക്കേണ്ടടുത്ത് സൗമ്യഭാവം കാണിച്ചു. ഏറ്റവും പ്രായോഗികമായ തലത്തിൽ ആ വ്യക്തി പോന്നു.
പല ഘട്ടത്തിലും നിങ്ങളെയും ആ വ്യക്തിയെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കാത്ത കുറേ ശക്തികളുണ്ടായിരുന്നു. അവർ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോഴും ആ വ്യക്തി അതിനെല്ലാം എങ്ങനെ നേരിടണം എന്ന് ബോധ്യപ്പെട്ട് ഏറ്റവും പ്രായോഗികമായി അതിനെയൊക്കെ നേരിട്ടു. അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു തലം നൽകി. ആ വ്യക്തിയുടെ ഇടപെടലുകളും ആ വ്യക്തി നൽകിയ സംരക്ഷണവുമാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കാൻ കാരണം. ഒരുപാട് പേര് നിങ്ങളെയും ആ വ്യക്തിയെയും തകർക്കാനായിട്ട് ഓരോ ഘട്ടത്തിലും ഓരോ അവസരങ്ങളിലും വന്നിരുന്നു. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. അതൊന്നും വിജയിക്കുന്നതിന് സാധിച്ചുമില്ല അവർക്കാർക്കും. കാരണം നിങ്ങളുടെ വ്യക്തി അത്രക്ക് പ്രായോഗികമായി ചിന്തിച്ചു. നിങ്ങളെ വേണമെന്ന് തന്നെ ശാഠ്യം പിടിച്ചു. ഒരു ഘട്ടത്തിലും നിങ്ങളില്ലാതെ ഒരു ഒത്തുതീർപ്പിനും ആ വ്യക്തി തയ്യാറല്ലായിരുന്നു. അങ്ങനെ ആ വ്യക്തി എടുത്ത നിലപാട് മറ്റുള്ളവരോട് എതിർത്തും പടവെട്ടിയും ആ വ്യക്തി എടുത്ത നിലപാട് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സഹായകമായി. ഇന്നും നിങ്ങൾക്ക് താങ്ങായി തണലായ ആ വ്യക്തി കൂടെയുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.